അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടുപ്പെല്ലാം കത്തിച്ചിട്ട് അരിയിടാൻ വേണ്ടി വെള്ളം വെച്ചോട്ടാ. ഇന്ന് കുറച്ച് രാവിലെ തന്നെ ഇട്ട, ഇന്നലെ കുറച്ച് നേരം വൈകിട്ട് പോയി. അപ്പം അരിയെല്ലാം എടുത്ത് തേച്ച് എടുത്തിട്ട് കഴുകി വാരിയിട്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടുവട്ടാ. നല്ലപോലെ കഴുകിയെടുത്ത് ഇങ്ങനെ അരിച്ചരിച്ച് ഇടാം. നമുക്ക് മക്കളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും ഒറ്റയ്ക്കുള്ള വീട്ടിൽ രാവിലെ മക്കൾ സ്കൂളിലേക്ക് രാവിലത്തെ പലഹാരമാണ് കൊണ്ടുപോയി. നൂൽപുട്ടും കടലക്കറിയാന്നാക്കിനി അത് കൊണ്ടുപോയി. അരിയെല്ലാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം കത്തി വേവട്ടെ. പിന്നെ ഇതാ നമ്മൾ കറിക്കേക്കില്ല നോക്കലാന്നേ. ഇന്നൊരു പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു പഴുത്ത പഴം എടുത്തു, നേന്ത്രക്കായില്ലേ അതെല്ലാം മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു തക്കാളിയും കൂടി മുറിച്ചിടും. എന്നിട്ട് നല്ല അടിപൊളി പഴം പുളിശ്ശേരി ഇവിടെ എല്ലാവർക്കും ഈ പഴം പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനൊരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ചിക്കൻ കറി ആക്കുമ്പോൾ അധികം ഈ പഴം പുളിശ്ശേരി തന്നെയാണ് ആക്കൽ. പഴം ഇട്ടാക്കിയ പുളിശ്ശേരിക്കില്ല ഇളം മധുരമായിട്ടൊരു പ്രത്യേക രുചിയാണ്. അപ്പം അതിലേക്ക് ഒരു പഴവും ഒരു തക്കാളി മാത്രമാണ് എടുത്തത്. നമുക്ക് എത്ര പോരാക്കുക അത് മതി കേട്ടോ. ഓരോ ആണനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്, സാധനങ്ങളുടെ എണ്ണം കൂട്ടേണ്ടത്. അപ്പോൾ കുറച്ച് ഉപ്പും കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് അടുപ്പിൽ വെക്കണം കേട്ടോ. ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഈ അടുപ്പിൽ മൺകലത്തിലാക്കിയ ഇങ്ങനത്തെ പുളിശ്ശേരിക്കില്ലേ ഭയങ്കര രുചിയാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് മോര് കറി എന്നെല്ലാം പറയും, നമ്മളുടെ പുളിശ്ശേരി എന്നാണ് പറയുക കേട്ടോ. അപ്പോഴത്തേക്ക് മുട്ട ഉണ്ടായിന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചാൽ അത് വെറുതെ ഒരു രസത്തിന് ചെയ്ത് കേട്ടോ. അത് രണ്ടും കായും പുളിശ്ശേരിയിലെ കായും അരിയെല്ലാം അടങ്ങ് വേകുമ്പോഴത്തേക്കും ഞാൻ ആ മുട്ടയിലൊന്ന് എടുത്ത് വെച്ചാണ്. പിന്നെ ഇതാ അതിനൊരു ഉപ്പേരി ഉണ്ടാക്കണ്ടേ, അതിന് കയ്പ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് കയ്പ്പൊക്കെല്ലാം മുറിച്ചെടുക്കലാണ്. ഇത് കയ്പ്പക്കാന്നാണ് നമ്മൾ പറയുക, പാവക്കാന്നും പറയലുണ്ട്. പാവക്കയില്ല, അതിനാണ് നമ്മൾ കയ്പ്പക്കാന്ന് പറയുക കേട്ടോ. നല്ല കയ്പ്പൊക്കെ കിട്ടിയിട്ടുള്ളത്, അധികം കയ്പ്പില്ലാത്തതാണ്. ഇന്നലെ ഒന്നെടുത്തിട്ടാക്കിന. അപ്പം നമ്മൾ അറിഞ്ഞതിന് ഒരു കയ്പ്പ്, അങ്ങനെ കയ്പ്പ് രസമില്ലാത്തതില്ലേ, നല്ല രുചിയില്ല കയ്പ്പൊക്കെ തന്നെയാണ്. നല്ല തടിയെല്ലാം ഉണ്ടായിന് കേട്ടോ കയ്പ്പൊക്കൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. നേർങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ടില്ലേ, ഇങ്ങനെ മെഴുക്ക് വരട്ടിയൊക്കെ എടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ റബ്ബർ ഇതടിച്ചതിൻ്റെ പാലെടുത്തിട്ട് അതിൻ്റെ ഇതില്ലേ, എന്താ പറയുക, നമ്മളെ ചിരട്ടപ്പാൽ അങ്ങനെ ആക്കിയതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. പിന്നെ ചുവന്ന മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചതിൻ്റെ തല പൂച്ച തിന്നുന്നുണ്ട്. അരി വെന്തോ നോക്കട്ടെ. ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അരിയുടെ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി വേവാനുണ്ട്. കാണുമ്പം തന്നെ അറിയാം കുറച്ച് വേവില്ല അരിയാന്ന് തോന്നുന്നു. ഇന്ന് കുറുവരിയാന്ന് ഇട്ടിനി, റേഷൻ അരിയല്ല, അതുകൊണ്ട് കുറച്ച് വേവുണ്ട്. റേഷൻ അരിയാണെങ്കിൽ പെട്ടെന്ന് വേവില്ല, അതാക്കാനാണ് നല്ല സുഖം. എനിക്കതാക്കാനാണ് ഇഷ്ടം, അതുതന്നെയാണ് തിന്നാനും ഇഷ്ടം. ഈ കുറുവച്ചോറിന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാന്നേ, ഒരു രസത്തിനെ ആക്കി നോക്കിയാന്നേ. അപ്പം നമ്മളെ പുളിശ്ശേരിക്ക് മുറിച്ച് വെച്ച കഷ്ണെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ലപോലെ കായലില്ലേ, ആ നേന്ത്രക്കായൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിങ്ങനെ ഉടക്കണ്ട, അതിങ്ങനെ കഷ്ണമായിട്ട് തിന്നാനാണ് നല്ല സ്വാദ്. ഇനി നമുക്ക് അതിലേക്ക് പുളിശ്ശേരിയിലേക്ക് കുറച്ച് തേങ്ങ, പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഉണക്ക തേങ്ങയല്ല, പച്ച തേങ്ങയാണെങ്കിൽ പുളിശ്ശേരിക്ക് രുചി കൂടും. അപ്പം കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ 2-3 പച്ചമുളക്. കാന്താരി ഇട അച്ഛനെ പിടിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് കാന്താരി ഇട്ടിട്ട് വരക്കുക. എൻ്റെ അടുത്ത് കുറേ കാന്താരി ഉണ്ട്, പക്ഷേ ഞാനിവിടെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. 2 അല്ലി മാത്രം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്ത് ഇതായതിന് ഒരു ബൗള് തൈര് ഒഴിച്ച് കൊടുത്തിട്ട്, നല്ല പുളിയിലെ തൈര് തന്നെയാണ്.
എല്ലാം കൂടി അരച്ചെടുക്കട്ടെ കേട്ടോ. അതുപോലെ അരിയണം കേട്ടോ. അപ്പോൾ ഇത് അരച്ചൊഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് ഓണാക്കിയെന്ന് എൻ്റെ വിചാരം. അപ്പോൾ അത് ഓണാക്കിയിട്ടാന്ന് തോന്നുന്നു, കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അരവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തളം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇതാക്കുക, പിന്നെ അത് കിട്ടൂല. അപ്പോൾ അരവെല്ലാം ഒഴിച്ചത് ഞാൻ എടുത്തു എന്നാണ് വിചാരം, എടുത്തിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നല്ലപോലെ അരവെല്ലാം ഒഴിച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചട്ടിയിലാകുമ്പോൾ ഇല്ലേ, നമുക്ക് മൺചട്ടിയിലാകുമ്പോൾ നമുക്ക് നല്ലപോലെ ഇങ്ങനെ കുറുകി കുറുകി വരും, ഇങ്ങനെ നേരം വൈകുന്തോറും. അപ്പോൾ എൻ്റെ കടുക് വറുക്കാനില്ലേ ആ പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയെല്ലാം ഒന്ന് ചൂടായി വരണ്ടേ, ചൂടായിട്ട് അതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരി വറുക്കലാന്നേ. എത്ര കൊല്ലമായിട്ട് അരി വറുത്താലും ഇല്ലേ, നമുക്ക് എപ്പോൾ ഇങ്ങനെ വറുക്കുമ്പോൾ എപ്പോൾ ഒരു പേടിയാന്നേ. എൻ്റെ അമ്മ എപ്പം പറയും, മേത്തേക്കൊന്നും ആവില്ല മുളയെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു പേടിയാണ്, ചൂടിങ്ങനെ ഭയങ്കര ചൂടല്ലേ അതെടുത്ത് വറുക്കുമ്പോൾ. അപ്പോൾ ഇത് എൻ്റെ ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത്, ചുവന്ന മുളക് വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ അതും അങ്ങനെ തന്നെ എൻ്റെ അച്ഛന് പറ്റാത്തതുകൊണ്ട് ഞാൻ ചുവന്ന ഉണക്കമുളകില്ല ചേർത്ത് കൊടുത്തിട്ട്. അത് പുളിശ്ശേരിക്ക് ചേർക്കണം, അതാണ് രുചി. പക്ഷെ ഞാൻ ചേർത്തിട്ട. അപ്പോൾ എല്ലാം കൂടി വറുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് എൻ്റെ പുളിശ്ശേരി, അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലിരിക്കുന്നവർ നല്ല കുറുകി കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ തീ കത്തുന്നതിലേക്ക് ഞാൻ ചീൻചട്ടി എടുത്ത് വെച്ചിട്ടില്ലേ, ഒരു കാര്യം ചെയ്യാൻ തന്നെ വേണ്ട. നല്ല കട്ട പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിനിൽ നല്ല വറുത്തരച്ച് ചിക്കൻ കറി വേണം. ഇന്ന് ഞാൻ ആക്കിയിട്ടാട്ടോ. നമ്മൾ കുറച്ച് ഞാൻ വ്രതത്തിലാണ്, മണ്ഡലകാല വ്രതത്തിലാണ്, അതുകൊണ്ടാണ് ചിക്കനൊന്നും ആക്കാത്തത്. അതുപോലെ ഞാൻ കൈപ്പക്ക ഈ ഗ്യാസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മുറിച്ചെടുത്ത കൈപ്പക്കയില്ലേ അത്. അപ്പോൾ ചീൻചട്ടി അടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചീൻചട്ടി വെച്ചിട്ട് ഇത് അടുപ്പിൽ വെക്കുന്നത് ചീൻചട്ടിയാണ് കേട്ടോ. അത് അങ്ങനെ കളറിയിരിക്കുന്നു. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെയാണ് തേച്ച് കഴുകിയതെല്ലാം. നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഉള്ളി ഒരു വലിയ സവാളയും പിന്നെ ഒരു 3-4 പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടണേ, കീറിയിടണം. അത് കൂടിയിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കണം, നല്ല പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് വേവിച്ച് വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചാണ്. നല്ലപോലെ ഉപ്പിടണം, എന്നാലേ ആ കൈപ്പക്കൊക്കെ ഒരു സ്വാദ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിന്നിട്ടില്ല, അടുപ്പുന്നുണ്ട് ഇങ്ങനെ ആവണം. അടി ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെയായിട്ട് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ നല്ല വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.